സോ സിബിനൊറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യം പോകും. സൈലന്റ്. പിന്നെ ഞാൻ കാരണം കള്ളം പറയാറില്ല. ഓക്കെ, കള്ളം പറയാറില്ല. കള്ളം പറയാറില്ല. പക്ഷെ എനിക്ക് ബാക്കിയുള്ള ജനറൽ പൊതുവായിട്ടുള്ളതാണ് ഒക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ഞാൻ എഴുതിയത് നിത്യമേനൻ. ഓ, ഫേവറേറ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നിത്യയുടെ പേരാണ് മനസ്സിലാക്കി എഴുതിയില്ല. ആണോ? എനിക്കാണെങ്കിൽ സിബിന്റെ ഈ ഒരു സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. ഈ ഒരൊറ്റ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. ഏതാ? അത് പിന്നെ പിള്ളേച്ച എഴുതാൻ പറ്റുന്നത്. കുറെ ടാലന്റ് ഉള്ള ആളാണ് അല്ലെ? വിശേഷങ്ങളുണ്ട് രണ്ടുപേരും. ആര്യയുടെ ഒരു ഹിഡൻ ടാലന്റ് ഒരു പക്ഷേ ഓഡിയൻസിനൊന്നും അറിയാത്തത്. എഴുതി കഴിഞ്ഞു. ഓ, സോ ഫാസ്റ്റ്. നീ ഇത് ടാലന്റ് ആയിട്ട് അംഗീകരിക്കത്തുണ്ടാവും. ആണല്ലേ? ആര്യക്ക് സിബിനില് ഇഷ്ടമില്ലാത്ത സ്വഭാവം കൊറേ നേരം ബാത്റൂമില് ഫോണും കൊണ്ടിരിക്കും. ഞാൻ ഇത് പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം അടി ഉണ്ടാവാറുണ്ട്. നമ്മുടെ ചിന്തകൾ പൂക്കുന്നതിനോട്. അതെ അതെ. അല്ല, തായ്ലൻഡില് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ അതാണ് ഉദ്ദേശിച്ചത്. എന്റെ ഭർത്താവ് ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ ഒരു ചോദ്യത്തിൽ മാത്രം എനിക്ക് എന്താ അറിയാ റോഹൻ, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. എല്ലാം കൊണ്ടും കൊടുത്തും എല്ലാം കഴിഞ്ഞു. ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കി മനസ്സിലുള്ളത് പറയും. അത് പലർക്കും എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ അതൊരു നല്ല സാധനം അല്ല. അത് നമ്മൾ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം. നമ്മൾ കാര്യങ്ങൾ തുറന്ന് അതിപ്പം മറ്റേ ആൾക്ക് ഹേർട്ട് ആവുമെങ്കിൽ പോലും അതാണ് ഫാക്ട് എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ എനിക്കത് പേടിയാണ്. പേഴ്സൺ അല്ലേ, റൈറ്റ് ടൈം ലൈൻ കിട്ടിയതുകൊണ്ട് തന്നെ രണ്ടുപേരെന്തായാലും ആ ഒരു മനപ്പൊരുത്തം എന്തായാലും ഒരു മെയിൽ വേർഷൻ ഫീമെയിൽ വേർഷൻ എന്ന രീതിയിലേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു മനപ്പൊരുത്തം ചുമ്മാ ഒരു ടാസ്കിന്റെ രൂപത്തിൽ നേരത്തെ ആരൊക്കെ എന്തൊക്കെ എഴുതി അപ്പുറത്താണ്, കുഴപ്പമില്ല. സോ എന്തായാലും ആദ്യം ഇപ്പൊ രണ്ടുപേരും സ്വാഭാവികമായിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ പറയുമ്പോൾ അറിയാലോ, ഇഷ്ടങ്ങൾ തന്നെയായിരിക്കും. ആളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ള അറിയാന്നുള്ളതാണ് അറിയാം. ഫുഡിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ. അപ്പൊ ആദ്യം രണ്ടുപേരും എഴുതണം. ഒരു 5 ചോദ്യങ്ങൾ വരും. അപ്പൊ ആദ്യം സിബിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ ഉത്തരങ്ങൾ രണ്ടുപേരും എഴുതണം. രണ്ടുപേരും തിരിഞ്ഞിരിക്കണം. നമ്മുടെ പ്ലാൻ പ്രോഗ്രാം സംഗീതം പ്ലാൻ ചെയ്തപ്പോ അങ്ങോട്ടും അറിഞ്ഞില്ലല്ലോ. ചിലർക്ക് പവർ ഉണ്ട്, ഇങ്ങനെയൊക്കെ വരും. ഇത് കറക്റ്റ്. ചതിയിൽ വഞ്ചനയില്ല. ഇല്ല, ഞാൻ പണ്ടേ വളരെ ചോദിച്ചോ. രണ്ടുപേരും ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ യാത്ര തുടങ്ങുകയാണ്. സിബിൻ ഒറ്റയ്ക്കൊരു യാത്രയാണ് പോകുന്നതെങ്കിൽ ആദ്യം പോകുന്നത് ഇവിടേക്കായിരിക്കും. ഓക്കെ, ഇത് പരത്തി എതിർത്തിട്ട് 5 ഉത്തരം എഴുതാനുള്ള സ്ഥലം പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അങ്ങനെയല്ല. സിബിന് ഒറ്റയ്ക്കൊരു യാത്ര പോകണമെങ്കിൽ ആദ്യം പോയി ഇങ്ങോട്ട്. രണ്ടും ഒന്നാവണമെന്നില്ല. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആദ്യം തന്നെ പോകണമെന്നില്ല. ഒറ്റയ്ക്ക് പോകുമ്പോ ആദ്യം പോയി ഇങ്ങോട്ടാണ്. ഫണ്ടിന് വേണ്ടി പോണ സ്ഥലമാണോ? ചുമ്മാ ഒരു സ്ഥലത്ത് പോകണം. ചുമ്മാ സ്ഥലത്തേക്ക്. ഞാൻ എന്റെ ഫേവറേറ്റ് സ്ഥലം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ ആദ്യം പോകണമെന്നില്ല. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യരുത്. ഇത് എന്തത്? ശരി, ഓക്കെ. ഫുഡിന് കാര്യം ഇഷ്ടമുള്ള ഫുഡാന്നും ചോദിക്കരുത്. പക്ഷെ ഞാൻ എഴുതിയത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂസിംഗ്. അതെ, ഇത് മായ്ക്കാൻ എനിക്കറിയാം നീ എന്താ എഴുതുന്നത്. അത് കറക്റ്റാണ്. ഇഷ്ടമുള്ള ഫുഡ് ഒന്നും ചോദിക്കരുത് പറഞ്ഞു. അതുകൊണ്ട് സിബിന് ഇഷ്ടമില്ലാത്ത ഫുഡ്. ഇഷ്ടമില്ലാത്തതോ? ഈ ഫുഡ് ഒട്ടും ഇഷ്ടമല്ല സിബിന്. സിബിന് എന്ത് വെച്ചിരിക്കുകയാണെങ്കിലും ഈ ഫുഡ് ചിലപ്പോ കിട്ടിയ ഓക്കെ ആവില്ല. അവിടെ എഴുതി കഴിഞ്ഞു. ഞാൻ എഴുതിയത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതെ, നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കും. അങ്ങനെ പറയരുത്, കഴിക്കാത്ത. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഉത്തരം വരുമോ അല്ലേ? ആലോചന കറക്റ്റാണ്. അതെ, കണ്ട അത്രയും കോൺഫിഡൻസ് ഉണ്ട് ആ കാര്യത്തില്. തെറ്റുപോയ പ്രശ്നമാവുന്നു അല്ലേ? എല്ലാം കഴിക്കൂലേ? അതാ പ്രശ്നം ബേബി. പിന്നെ ഒന്നും എഴുതണ്ട. എന്നാലൊന്ന് എഴുതിക്കോ. ഓക്കെ, അപ്പൊ അത് പെട്ടെന്ന് എന്തെങ്കിലും എഴുതിക്കോ. അങ്ങനെ വിട്ടോ? അത് ഞാൻ വിട്ടു. ശരി, നെക്സ്റ്റ്. യെസ്, ആൻഡ് ഈ കാര്യം ചെയ്താൽ സിബിന് പെട്ടെന്ന് ദേഷ്യം വരും. അവിടെ 5 വരിൽ മറ്റേ മലയാളത്തിന് എക്സാമിന് ക്വസ്റ്റ്യൻ കൊടുത്ത പോലെയാ. 5 വരിൽ എഴുതുന്നത്. ഓക്കെ,
ഞാൻ ഇതൊന്ന് എഴുതിക്കോട്ടോ. ആ. ആൻഡ് സിബിനെ ഒരു പടത്തിൽ നായകനായിട്ട് വിളിച്ചു. നായിക ആര് വേണമെന്ന് സിബിന് ചൂസ് ചെയ്യാം. എങ്കിൽ സിബിൻ ഈ നായികയെ വിളിക്കും. ഈ ഹീറോയിനായിരിക്കും. മലയാള സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലെന്നാണ്. ലാംഗ്വേജിന്റെ ബാരിയർ പരിപാടികളൊന്നുമില്ല. നമുക്ക് പോവാം, ഫ്ലൈറ്റ് എടുത്ത് പോവാം, എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെ ഒരു ഫേവറേറ്റ് ഹീറോയിൻ ഇല്ല. അതൊക്കെ അറിയാത്തതാണെങ്കിലും അല്ലേ? അല്ലല്ല, അങ്ങനെ ഒരു ഫേവറേറ്റ് ഹീറോയിൻ ആസ് സച്ച് ഇല്ല. ഓക്കെ, അവിടെ എഴുതി കഴിഞ്ഞു. അവിടെ 5 പേരായി ഇപ്പതല്ലേ. എന്നാലും ഞാനൊരു പേര് എഴുതാം. ഓക്കെ. ഇദ്ദേഹത്തിന്റെ സോ കോൾഡ് ഫ്രണ്ട് ഒക്കെ ആയിരുന്നു. ഓക്കെ, ഓക്കെ, തന്നെയല്ലേ പേര് ആണെന്ന് തോന്നുന്നു. സോ കോൾഡ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കാം, ആര്യല്ലാതെ സിബിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വെരി ഈസി. 2 പേരുണ്ട്, 2 എഴുതാലോ. ഒന്ന് ആദ്യം പറയണ പേരായിരിക്കണം അത്. ആണോ? 2 ഒന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതല്ലേ പേപ്പർ ഒരാളുടെ മാത്രം. മെഡിസിൻ ആയിരുന്നു പഠിച്ചത്, MBBS. മനസ്സിലാവുന്നില്ലടാ, ഞാൻ വായിച്ചു തരാം. തെറ്റാതെ വായിക്കണം കേട്ടോ. റണ്ണിങ് ലെറ്ററിനൊക്കെ ഒരു പരിധിയില്ലേ? ഞാൻ 4 ഉത്തരവുള്ളൂ. 1 വരച്ചു. ഓക്കെ, തെറ്റരുത്. ഇല്ല. ഓക്കെ, നീ വായിച്ചില്ലേ? ഞാൻ ഇത് കാണിക്കാമല്ലോ. ഓക്കെ, പറഞ്ഞാൽ മതി, ഓരോന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ സിബിനോട്ടിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം പോകും തായ്ലൻഡ്. സിബിന് ഇഷ്ടമില്ലാത്ത ഫുഡ് അങ്ങനെ തന്നെയാണ് ഉത്തരം. അതുകൊണ്ടാണ് എനിക്ക് ഇട്ടുകൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതിക്കോട്ടെ. അല്ല, അവള് അത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, എല്ലാം കഴിക്കുമല്ലോ. 2 കിട്ടിയേ സ്കോർ. ഈ കാര്യം ചെയ്ത പെട്ടെന്ന് സിബിന് ദേഷ്യം വരും. കള്ളം പറയുന്നത് ഞാൻ എഴുതിയത് ട്രസ്റ്റിംഗ് പീപ്പിൾ ബ്ലൈൻഡ്ലി. എന്റെ കേസിൽ, ഇൻ മൈ കേസ്, ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് അതാണ് സാധനം. ഞാൻ കാരണം കള്ളം പറയാറില്ല. കള്ളം പറയാറില്ല. കള്ളം പറയാറില്ല. പക്ഷെ എനിക്ക് ബാക്കിയുള്ള ജനറൽ പൊതുവായിട്ടുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ഓക്കെ, നായിക അവൻ ഒന്നും എഴുതിയില്ല. നമുക്ക് എന്താണ് പൂരിപ്പിക്കുക. ഞാൻ എഴുതിയത് നിത്യമേനൻ. സത്യം പറഞ്ഞ ഇത്തരം പേരാണ് മനസ്സിലാവുന്നത്, എഴുതിയില്ല കേട്ടോ. ആണോ? എന്റെ പേര് ആണ്. പക്ഷെ ഒക്കെ കൺമണി വന്നായിരുന്നു. അപ്പടി കൂപ്പിടുവാ കൺമണി എന്ന്, അപ്പടിയെല്ലാം കൂപ്പിടുവാ. അതെ, വന്നില്ല. പക്ഷെ ഞാൻ മഹേഷ് ആണ് എഴുതിയത്. മഹേഷ് എന്റെ അനിയൻ. ഫ്രണ്ടും ബ്രദർ ആവാം. ഇപ്പൊ ആരും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അത് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞു. ആര്യല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സാധനം സരോജ്. എനിക്കറിയാം. ഞാൻ പറഞ്ഞ 2 പേരിൽ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരാളെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഹിസ് ഫസ്റ്റ് ചോയ്സ് വിൽ ഓൾവേസ് ബി മഹേഷ്. മഹേഷ് എന്റെ മറ്റേ ബ്രദർ കാറ്റഗറി പരിപാടിയാണ്. അതുകൊണ്ട് അവന് ഫ്രണ്ട് കാറ്റഗറി ഞാൻ ഇടാറില്ല. അനിയനാണ്. ശരിയാ. സോ ആദ്യത്തെ ഉഷാറിൽ 2 പോയിന്റ് വന്നു. പിന്നെ അവിടെ നിന്നിട്ടില്ല. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആര്യയുടെ കാര്യത്തിൽ സിബിൻ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അവിടെ 5 എണ്ണത്തില് 2 ഇഷ്ടത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ഓക്കെ, ബിസിനസ് വളർന്നിങ്ങനെ പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കാഞ്ചീപുരം അല്ലായിരുന്നെങ്കിൽ മറ്റേത് പേരിട്ടേനെ. അതെന്തൊരു ആര്യ കാഞ്ചീപുരം എന്നല്ലെങ്കിൽ മറ്റൊരു പേര്, ഏത് പേര് ചൂസ് ചെയ്തേനെ? ഇങ്ങനെ ഒരു പേര് വരാൻ സാധ്യതയില്ല. ചിലപ്പോ നമ്മൾ പേരിടുമ്പോ ചിന്തകൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ? എഴുതി. ആരൊക്കെയാണെങ്കിൽ ഈ സിബിന്റെ ഈ ഒരു സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. ഈ ഒരൊറ്റ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. ഏതാ? അത് പിന്നെ പിള്ളേച്ചാ എഴുതാൻ പറ്റുന്നത്. ഒരു സാധനമുണ്ട്. എഴുതി. അവള് ഒരെണ്ണം എഴുതിയാതെ 200 പേജിലുള്ള നേരത്തെ ഇതൊരു അവസരമായി കണക്കാക്കരുത്. യെസ്, കുറെ ടാലന്റ് ഉള്ള ആളാണ് അല്ലെ? വിശേഷങ്ങളുണ്ട് 2 പേർക്കും. ആര്യയുടെ ഒരു ഹിഡൻ ടാലന്റ് ഒരു പക്ഷേ ഓഡിയൻസിനൊന്നും അറിയാത്തത്. എഴുതി കഴിഞ്ഞു. ഓ, സോ ഫാസ്റ്റ്. നീ ഇത് ടാലന്റ് ആയിട്ട് അംഗീകരിക്കത്തുണ്ടോ? ഇതൊരു ടാലന്റ് ആണോന്ന് എനിക്കറിയില്ല. ബട്ട് ഓക്കെ,
ആരും ഒരു യാത്ര പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 കാര്യങ്ങളുണ്ടാവും. യാത്ര പോവാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും ആര്യ എന്തെടുത്തില്ലെങ്കിലും സിബിനെ വരെ മറന്നാലും ഈ 3 കാര്യങ്ങൾ എടുക്കും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ആൻഡ് ബിസിനസിന്റെ തിരക്കുണ്ട്, ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും, എന്നാലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? ഓരോ ഓപ്ഷൻ ഇല്ല. ഇതാ സാർ ഓക്കെ, യാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാഞ്ചീപുരം അല്ലെങ്കിൽ ഏത് പേരായിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു പേരില്ല. ഇല്ല, അത് മറ്റേ ഓപ്ഷൻ ബി ഇല്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ബി ഇല്ല. നേരത്തെ അതിലോട്ട് മാറുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു പേരിടാൻ സാധ്യതയില്ല. ഇല്ല, റോഹൻ എഴുതണോന്ന് പറഞ്ഞോണ്ട് ആക്കിയത്. പക്ഷെ എഴുതാതിരിക്കേണ്ട ഓപ്ഷൻ ഇല്ല. സാഹിത്യത്തിൽ പോയി ഞാൻ പക്ഷെ എഴുതിയിട്ടില്ല കേട്ടോ. നിൽ വാസ് മൈ ഓപ്ഷൻ. സാർ സമ്മതിച്ചില്ല. ആര്യക്ക് സിബിനില് ഇഷ്ടമില്ലാത്ത സ്വഭാവം കൊറേ നേരം ബാത്റൂമില് ഫോണും കൊണ്ടിരിക്കും. ഞാൻ ഇതും പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം അടി ഉണ്ടാവാറുണ്ട്. ഇത് പറഞ്ഞു മടുത്ത്. What did you write? ദേഷ്യപ്പെടുന്നു. എത്ര സമയം വരെ പോകും? ഒരു സിനിമ കാണാനുള്ള സമയം ഒരു 10-15 മിനിറ്റ് ഒരു റൗണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഡെയിലി ഒരു 4 റൗണ്ട്. മറ്റേത് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലം അവിടെയാണ്. ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്നത് അവിടെയാണ്. നമ്മളൊരു റീല് കാണുമ്പോ പിന്നെ റീൽ നിന്നാണ് തോട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പൊ അതൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മുടെ ചിന്തകൾ പൂക്കുന്നതിനാണ്. അതെ അതെ. ഇപ്പൊ എനിക്കൊന്ന് അജു ചേട്ടന് ഏറ്റവും ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ പുള്ളിക്ക് സമാധാനം കിട്ടുന്ന കക്കൂസ് ഇരിക്കുമ്പോ ഞങ്ങൾക്ക് നീതി വേണം. ആരുടെ ഒരു ഹിഡൻ ടാലന്റ്? I can cook. അത് പക്ഷേ ഓൾറെഡി നേരത്തെ അല്ലെ ഹിഡൻ ടാലന്റ് എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട്, ഇത് ഇന്ന് ഇപ്പൊ റോഹൻ പോലും കുക്ക് ചെയ്യോ എന്നുള്ളത്. ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്നു. അപ്പൊ പിന്നെ പാടുന്നതോ? ഇവൾ പാടും. ഞാൻ ആദ്യം വിചാരിച്ചു, പിന്നെ ഞാൻ എന്റെ കുഴി തന്നെ തോണ്ടുന്നു പാടിപ്പിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ പേടിച്ചത് എഴുതാത്ത. പക്ഷെ പാചക ഒരു കലയാണെന്നാണ്. അതെ, എക്സാക്ട്ലി. അതെ, അപ്പൊ ആ രീതിയിലേക്കാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്റെ കുക്കിംഗ്. പക്ഷെ ഹിഡൻ ടാലന്റ് ഈസ് സിംഗിങ്. യു ആക്ച്വലി സിംഗ് വെരി വെൽ. ശരി, താങ്ക് യു. ആര് യാത്ര പോവാണെങ്കിൽ ഉറപ്പായി എടുക്കുന്ന 3 ഐറ്റംസ്: ഫോണ്, പേഴ്സ്, അച്ഛയുടെ ഫോട്ടോ. ഫസ്റ്റ് ഓക്കെ, ഫോണ്, രണ്ടാമത് ലിപ്സ്റ്റിക്, അത് അതെ, മൂന്നാമത് ആക്സ് ഓയിൽ. കറക്റ്റ് ആണോ തെറ്റാണോ? കറക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ശരി ഇവിടെ വന്നു അവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആക്സ് ഓയിൽ ഇപ്പൊ ഞാൻ മറന്നാലും മറക്കാവുന്നതാണ്. പക്ഷെ ഞാൻ നിർബന്ധമായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അയ്യോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. അത് 1 is definitely ഫോണാണ്. 2 പേഴ്സ്. എവിടെ ട്രാവൽ ചെയ്യണം, ഇപ്പൊ അപ്പുറത്ത് ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്ത് പോവുകയാണെങ്കിലും ഓഫ് കോഴ്സ് പേഴ്സ് കയ്യിൽ കരുതും. പിന്നെ അച്ഛയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ ഇനി എവിടെ ട്രാവൽ ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ചെറിയ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ അപ്പൊ കൊണ്ടുവന്ന പേഴ്സ് ഏതാണോ അതിനകത്ത് എടുത്ത് വെക്കും. സോ അത് ഈ 3 സാധനം മാൻഡറ്ററി ആയിട്ടുണ്ട്. അച്ഛയുടെ ഫോട്ടോ ഉണ്ട്. ആക്ച്വലി 3 അല്ല, ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. എന്റെ പറഞ്ഞതുകൊണ്ട് ഈ 3 കറക്റ്റ് ആണ്. പക്ഷെ ആദ്യം വരുന്ന 3 എന്നുള്ള സാധനത്തിലേക്ക് വന്നില്ല. അതെ, തനിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഫോണിൽ കുത്തിക്കൊട്ടി കുറച്ച് നന്നാക്കാന്ന് വിചാരിച്ചു. അതും കളഞ്ഞു. ഫോൺ മാറ്റിയിട്ട് ടി വി ആക്കി. വാഷിംഗ് ടി വി ആണ് സാധനം. അതായത് റീഡിങ് വായിക്കുകയും ചെയ്യും. ഞാൻ വായിക്കും. പക്ഷെ എന്താ അറിയോ, അല്ല എന്റെ റീഡിംഗ് ആണ് ഫസ്റ്റ് എടുക്കുന്നത്. സിബിൻ സ്ഥിരം എന്നെ വഴക്ക് പറയണ സാധനം ആ ഫോണൊന്ന് 2 മിനിറ്റ് മാറ്റി വെക്കും. ഞാൻ അടുത്തുള്ളപ്പോൾ ഞാനും ഇല്ലാത്തപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പൊ സിബിൻ ഇല്ലെങ്കിൽ എനിക്ക് അത്രയും ഞാൻ ഫുൾ ടൈം ഇതിൽ തന്നെ കുത്തിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പൊ വഴക്ക് പറയാനില്ലല്ലോ. തോറ്റ് അതല്ല മലപ്പുറത്ത്. പക്ഷെ ആദ്യമായിട്ടാണ് അപ്പുറത്തിരിക്കുന്ന ആള് സത്യം ചെയ്തലും അവനാന്റെ കാര്യം അവനാൻ തെറ്റ് ചെയ്തു. ഞാൻ മറന്നല്ല കറക്റ്റ് ആയിട്ട് അവിടെ സൈലന്റിൽ പോണ നാട്ടുകാരെ മൊത്തം അറിയിച്ച്
എനിക്കറിയില്ലേ അതാണെങ്കിൽ ബാക്കിയൊക്കെ ചെറുതായും തായ്ലാന്റ് തായ്ലൻഡ് വലിയ തായ്ലൻഡ് മാത്രല്ല നീ സാരു മഹേഷ് ഞാൻ അതുകൊണ്ടാ ചോദിച്ചത് 2 പേരുണ്ട് ഈ 2 പേരും തായ്ലൻഡിൽ അണ്ടർ റൈറ്റ്. അല്ല, തായ്ലൻഡിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ അതാണ് ഉദ്ദേശിച്ചത്. എന്റെ ഭർത്താവ് ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നമുക്കറിയാം. ആ ഒരു ചോദ്യത്തിൽ മാത്രം എനിക്കൊരു സംശയം, എനിക്ക് ചെറിയൊരു ഡൗട്ട് പിന്നെ അവിടെ അടിച്ചതെന്ന് വെച്ചാ ഇതിപ്പോ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകുന്നതാണോ അല്ലെങ്കിൽ സിബിന് ഏറ്റവും പോയി ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം വേളിപ്പള്ളിയാ, പള്ളിയുടെ ബാക്കിലാണ്. ഞാൻ അതാണ് ആദ്യം എഴുതിയത്. പിന്നെയാണ് എനിക്ക് ആ ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായത്. അതുകൊണ്ടാണ് അതാണ് ഞാൻ അപ്പൊ തന്നെ റോഹൻ തായ്ലൻഡിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പൊ മനോഹരമായ സ്ഥലങ്ങൾ മാത്രമല്ലായിരിക്കും നീ കണ്ടത്. ഫുക്കറ്റൊക്കെ പോയിട്ടുണ്ട്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ചടയുന്നത്. അതാണെങ്കിൽ ചോദ്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും ഉത്തരം വന്നു. ഞങ്ങൾ ഈ അടുത്ത് സംസാരിച്ചുള്ളൂ. ആയിരിക്കും ഇവിടെ എന്തോ ഷോ ഉണ്ട് ഒക്ടോബർ. അടുത്തൊന്നല്ല, ഇവനെ എപ്പോഴും പറയും, ഇവൻ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും പറയും എനിക്ക് ഞാൻ തായ്ലൻഡ്. നീ ഷോയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് തായ്ലൻഡിൽ പോകണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, സ്വാഭാവികമായിട്ടും അല്ലേ. നമ്മള് അല്ലെ തോറ്റു തുന്നും പാടി തോറ്റാൽ പണിഷ്മെന്റ് എന്തായാലും വേണം. എനിക്ക് തരൂ. എന്തോ മറ്റേ പുളിവെള്ളം തീറ്റിക്കാനാണോ? ഈശ്വര, ദേ അടുത്ത പണി. ഇത് ഒന്നുമില്ല, ഇതിൽ വളരെ കുറച്ച് പരിപാടികളുള്ളൂ. അത് ഞാൻ എടുക്കണം, ഒരെണ്ണം എടുത്താൽ മതി. പണി ചെയ്യേണ്ട ആളാണ് എടുക്കുന്നത്. ഇവളും തോറ്റില്ലേ? ഇതിപ്പോ ഞാൻ ഓക്കെ ആയിരുന്നു. ഇത് ആക്ച്വലി പാർട്ട്ണറിനെ കുറിച്ച് എത്ര 5 മിനിറ്റ് നിർത്താതെ അപ്രിയ സത്യങ്ങൾ പറയുക എന്നാണ്. അതെ. സോ പാർട്ട്ണറെ കുറിച്ച്, ആരെയെ കുറിച്ചിട്ട് ഇത് സത്യങ്ങളാണ്, പക്ഷെ അപ്രിയമായിരിക്കണം. കേൾക്കുന്ന ആൾക്ക് അതത്ര ഇതാവിടുന്നില്ല. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളാണ്. പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. അത് എപ്പോഴും പണി മേടിച്ച് കൂട്ടാറുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരാളിൽ നിന്നും ഒന്നിൽ കൂടുതൽ തവണ പണി കിട്ടിയാലും അയാളെ ജീവിതത്തിൽ വെച്ചോണ്ടിരിക്കുന്ന ഒരു സ്വഭാവം സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇനി ഇടിയിട്ടും. പിന്നെ താഴെ കമന്റ് വരെ കേട്ടോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതായത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷനിൽ ഒരു മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് തിരിച്ച് എന്തെങ്കിലും എന്നോട് സംസാരിക്കണം, എന്നാലും നമുക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ആരുടെ കംഫർട്ട് സോൺ അതാണ്. കുറച്ചു നേരം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവൾ കംഫർട്ടബിൾ, അതായും തിരിച്ചു വരും. ഇതാണ് ആര്യയിൽ നിന്ന് 2 മിനിറ്റ് എത്തി തോന്നുന്നു. 5 മിനിറ്റ് ആണല്ലേ? വേറെ എനിക്ക് അങ്ങനെ അപ്രിയമായി തോന്നുന്ന കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. ഇത് പക്ഷെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു അല്ലേ? എന്താ അറിയാ റോഹൻ, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. എല്ലാം കൊണ്ടും കൊടുത്തും എല്ലാം കഴിഞ്ഞു. പക്ഷെ പറയാന്നുള്ള മാറ്റങ്ങളും അല്ല, ഇപ്പൊ ആക്ച്വലി എന്താ അറിയോ, നമ്മള് ലൈഫിൽ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പം ചേഞ്ചസ് വരും. അപ്പൊ നൗ ഷീ ഈസ് സ്ലോലി ചേഞ്ചിങ് തിങ്സ്. ഷീ ഈസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ലൈഫ് ഇസ്. ജീവിതം എന്താണ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ആരെ പ്രയോറിറ്റൈസ് ചെയ്യണം, എന്ത് കാര്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എവിടെയാണ്, ആരുടെ കൂടെ ഉള്ളപ്പോഴാണ്. ഇതൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടക്കുകയാണ്. ആരാണ് ശരിക്കും ഉള്ളത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പോകുന്നത് ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഈ വളരെ റീസെന്റ് മനസ്സിലാക്കി വരികയാണ്. നൗ ആക്ച്വലി ഷീസ് ചേഞ്ച്ഡ് എ ലോട്ട്. കുറെ മാറി. ഇപ്പം ഇന്നാൾ തന്നെ ആസിഫലി പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കിട്ടില്ല, എൻ്റെ ഫോൺ ചിലപ്പോൾ കിട്ടാത്തൊരു ദുശീലുണ്ട്, പക്ഷെ ആ ദുശീലം എനിക്ക് മാറ്റണം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ 2 പേർക്കും സ്വയമേ മറ്റൊരാൾ പറഞ്ഞാലും മാറ്റണ്ട എന്ന് തോന്നുന്ന ഒരു ദുശീലം മറ്റുള്ളവർക്ക് ദുശീലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അത് മാറ്റണം തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കി മനസ്സിലുള്ളത് പറയും. അത് പലർക്കും, എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിന് റീസൺ അതാണ്. എനിക്ക് ബട്ടറെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ വളർന്ന ആളാണ്. ഞാൻ അങ്ങനെ ജീവിച്ച് പഠിച്ച ഒരാളാണ്. എനിക്ക് അതാണ് ഇഷ്ടവും. അതായത് എന്റെ കുറവുകൾ അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ എന്റെ മുഖത്തേക്ക് പറയാ, തിരിച്ചു ഞാൻ അങ്ങനെ ആയിരിക്കും. ഞാൻ ഭയങ്കര കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയും. അങ്ങനെ അത് ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണ്, നിന്റെ സ്വഭാവം ശരിയല്ല, ഇത് ഭയങ്കര മോശമാണെന്നുള്ളത്. അപ്പം ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. അത് എന്റെ വളരെ ഞാൻ അത് കാരണം എനിക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. എന്നെ ഇപ്പൊ റോഹൻ എടുത്ത ഇന്റർവ്യൂലാണെങ്കിൽ പോലും ഇതിനു മുന്നേ റോഹൻ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് ഞാൻ ബ്രൂട്ടലായിട്ടാണ് മറുപടി തരുന്നത്. സത്യമാണ് പറഞ്ഞത്. അപ്പൊ എനിക്കറിയാം ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ ഒരു ഫാൻ ബേസിന്റെ ഒരു അറ്റാക്ക് എനിക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയുന്നതിന്റെ റീസൺ
എൻ്റെ നേച്ചർ അതെനിക്ക് മാറ്റണ്ട. അതെ. അതിന്റെ പേരിൽ എനിക്കൊരു എന്താ പറയാ ഒരു സംഭവം കിട്ടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് നമുക്ക് ഒരേ കാര്യങ്ങൾ രണ്ട് രീതിയിൽ പറയാം, പറയുന്ന ഒന്ന് തന്നെയാണ് അതിന്റെ, പക്ഷെ ഇതിനെ സോഫ്റ്റ് ആയിട്ടും പറയാം, അതിനെ കുറച്ച് അല്ലേ കുറച്ച് കട്ടിയുള്ള വേർഷനിലെ സ്ഥാനത്തിലേക്ക് പോകാന്നുള്ള സാധനം, അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്നല്ല ഞാൻ പറയാനുള്ളത്. എന്റെ ഒരു അങ്ങനെ hurt ചെയ്യുന്ന രീതി സംസാരിക്കുന്നതൊക്കെ ഒരു ഫൈനൽ ഓപ്ഷൻ ആയിരിക്കും. ഞാൻ അങ്ങനത്തെ ആളാ. അത് അവസാനമായിരിക്കും ഹേർട്ടിങ് മോഡിൽ പോണേ. ആദ്യമൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞു, ഇല്ല ഈ ചെയ്ത പരിപാടി ഭയങ്കര അലമ്പയപ്പെട്ട, അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും ആദ്യം പറയുന്നത്. അത് റിപ്പീറ്റ് ആകുമ്പോഴാണ് നിന്നോട് നീ നേരത്തെ ചെയ്ത് ഭയങ്കര ചെറ്റത്തരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ വീണ്ടും പിന്നെ മോഡ് മാറും. ആദ്യമൊക്കെ വളരെ കൂൾ. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺ കേട്ടോ. നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും അപ്രോച്ച്. അതെ, ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അതുണ്ട്. അതെ അതെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം റോഹൻ, ഞാൻ എപ്പോഴും ജോവിയലായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന ഒരു ചെറിയ സാധനം വന്നാൽ ഞാൻ പെട്ടെന്ന് ഹേർട്ട് ആവും. ഇപ്പൊ ആയിരിക്കുകയാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഞാൻ എപ്പോഴും എല്ലാവരോടും ഫണ്ണായിട്ട് സംസാരിക്കും. പക്ഷെ ഞാൻ ഒരു നോട്ടത്തിലോ എന്തെങ്കിലും ഒരു വാക്കിലോ ഒന്ന് മാറിയാൽ ഒരു ചെറിയൊരു ടോൺ വ്യത്യാസം പെട്ടെന്ന് ഹേർട്ട് ആവും എല്ലാവർക്കും. അങ്ങനെ ഒരു പ്രശ്നവും എനിക്കുണ്ട്. മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആരെയും പർപ്പസ്ഫുള്ളി ഹേർട്ട് ചെയ്യുന്ന ഒരാളല്ല. മാറ്റാത്തൊരു ദുശീലം എന്താ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാനൊരു പീപ്പിൾ പ്ലീസർ ആണ്. എനിക്ക് ഇപ്പൊ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ച് അങ്ങോട്ട് സ്നേഹമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു നോ പറയേണ്ട സാഹചര്യം ആയിരിക്കാം, അത്ര എക്സ്ട്രീമിലായിരിക്കാം, പക്ഷെ ഞാൻ നോ പറയില്ല, ഞാൻ സഹിച്ചങ്ങ് നിൽക്കും. അതൊരു നല്ല സാധനം അല്ല അത്. നമ്മൾ നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയണം. നമ്മൾ കാര്യങ്ങൾ തുറന്ന് അതിപ്പം മറ്റേ ആൾക്ക് ഹേർട്ട് ആവുമെങ്കിൽ പോലും അതാണ് ഫാക്ട് എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ എനിക്കത് പേടിയാണ്. ആ സമയത്തേക്ക് കുറച്ച് വിഷമമുണ്ടാവുള്ളൂ. അത് ഞാൻ ക്യാരി ലൈഫ് ലോങ് ക്യാരി ആണ്. എന്തിനാ നമ്മൾ ഇത്രയും പെയിൻ എടുത്ത് ജീവിക്കുന്നത്? അതങ്ങ് പറഞ്ഞു തരാം. പക്ഷെ എനിക്ക് പേടിയാ. അതെന്റെ ഒരു വലിയ ഫിയർ ആണത്. അത് മാറ്റാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എത്തുന്നില്ല. അത് കാര്യം എന്താ പറയുക, ഞാൻ അത് ലൈക്ക് റോഹൻ, നമുക്ക് ആ ഒരു മൊമെന്റില് ഇപ്പം ഞാൻ ഒരാളോട് എനിക്ക് റോഹൻ ചെയ്തത് ശരിയായിട്ട് തോന്നിയില്ല, എനിക്കിത് പറ്റില്ല റോഹൻ എന്ന് ഞാൻ പറയുമ്പോൾ ആ പറച്ചിൽ കൊണ്ട് എനിക്ക് റോഹനെ നഷ്ടപ്പെടുകയാണെങ്കിൽ റോഹന് ഞാൻ അത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെ പ്രശ്നം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എന്നെ റോഹൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു നോ പറയുമ്പം എന്നോടുള്ള എല്ലാ സ്നേഹബന്ധവും അവസാനിപ്പിക്കുന്ന അത്ര ബന്ധമേ റോഹൻ എന്നോടുള്ളൂ എങ്കിൽ റോഹന്റെ ബന്ധം എനിക്ക് വേണ്ട. ഇത് വ്യക്തികളെക്കാൾ അപ്പുറത്തേക്ക് പറയുന്ന വാക്കിനാണ് അവിടെ ആ സമയത്തേക്ക് നമ്മൾ നമ്മളോട് ഇത് എന്തുകൊണ്ട് പറയണമെന്നുള്ളതല്ല, നീ അത് പറഞ്ഞൂലേ, ഞാനിപ്പം കുറച്ചു മുന്നേ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ. അതായത് ഞങ്ങൾ നോ പറഞ്ഞാലും ഓക്കെ, ആ നോ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, സെബിൻ ഇങ്ങനെ പറഞ്ഞതിൽ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അവൻ പറഞ്ഞതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസിന്റെ ആണെങ്കിലും മുമ്പ് നമ്മൾ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു പിന്നിൽ ഒരു സ്ട്രോങ് പില്ലറായിട്ട് ഉണ്ടായിരുന്നു സെബിൻ എന്ന സംഭവം. നിങ്ങളുടെ ഒരു സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ നഷ്ടപ്പെട്ട സൗഹൃദങ്ങളുണ്ടോ? ഈ തീരുമാനം യോജിക്കാത്തവര് നിങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവരാണ്, ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും, എന്റെ ഒരു മെയിൽ വേർഷൻ ആണ് സിബിന്റെ ഒരു ഫീമെയിൽ വേർഷൻ ആണ്. ഇത് ഇത്രയും സൗഹൃദത്തിൽ അറിഞ്ഞിട്ട് വരെ എന്തുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഒരു യാത്രക്ക് അവർക്കത് ആ യാത്ര ഇഷ്ടപ്പെടാത്ത? എന്തുകൊണ്ടാണ്? ചില ആൾക്കാർക്ക് അവരുടെ ഇഷ്ടം അനിഷ്ടമൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ അവര് തയ്യാറായിട്ടില്ല. പിന്നെ അതിന്റെ പുറകെ അവരെ ശല്യപ്പെടുത്തണമെന്ന് തോന്നിയിട്ടില്ല. അതെ, അതായത് ഇരുന്ന് സംസാരിച്ച് തീരേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയില്ല. റെഡി എല്ലാവരും ഇല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മുഷിച്ചിലുണ്ടെങ്കിൽ നമ്മുടെ വിവാഹം വരുമ്പോൾ വിളിച്ച് അത് സോൾവ് ചെയ്യുന്നുള്ളത്. എൻഗേജ്മെന്റിന് മുന്നേ അതിനുള്ള ഒരു ശ്രമം എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് അവര് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ ഒരാള് വേണ്ട എന്ന് പറയുമ്പോ പിന്നെ നമ്മൾ അതിന്റെ പിന്നിൽ പോയി ബെഗ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല റോഹ, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന
അത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവർ മാത്രം മതി ഞങ്ങളുടെ കൂടെ. അതെ ഇത് ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ചിലവർക്കുണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ ഒരുമിച്ച് അവരെ പോകുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എന്നോട് ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ പ്രശ്നമുള്ളവരുണ്ട്. അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെയല്ല, അങ്ങനെയല്ല. ചിലർക്കുണ്ട് ഇപ്പഴല്ല ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല റെഡി പറഞ്ഞിട്ട് അങ്ങനെയല്ല. മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഇത് അതായത് ഞാൻ ആര്യെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാവരും ഞങ്ങളുടെ കൂടെ. അതെ ഉണ്ട്, ഉണ്ട്. ഇവരെല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവരുടെ മുമ്പിൽ ആ, അതെ. ഞാൻ ആര്യെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ആര്യെ പ്രപ്പോസ് ചെയ്യുന്നത്. ആര്യക്ക് റിംഗ് കൊടുത്ത് ലൈക്ക് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ആര്യ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന റിംഗ് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രപ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഒരുമിച്ച് ഇപ്പൊ രണ്ടുപേർക്കും വാക്കാൽ പറഞ്ഞില്ലെങ്കിലും അത് ഉണ്ടായില്ലെങ്കിലും മനസ്സുകൊണ്ട് ഉണ്ടാവില്ല ശരിക്കും. ഇത് ആരെപ്പോഴാണോ ഒരു പ്രപ്പോസൽ രൂപത്തില് ഇപ്പൊ ശിവന്റെ സൈഡിൽ നിന്നായിരുന്നല്ലോ ആദ്യം വന്നേ, അപ്പൊ തന്നെ ഇവരുണ്ട്. അതായത് ആരെ അറിയുമ്പോൾ തന്നെ ഇവരും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞങ്ങൾ തമ്മിലില്ല, ഞങ്ങൾ തമ്മിൽ ഓൾറെഡി ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ. അതായത് ബേസിക്കലി ഇതെന്താന്ന് വെച്ചാൽ റോഹ അത് ആരെയും അറിയിക്കാതെ നമ്മൾ ഇത് എനിക്കിങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നു, ആര്യ അതിന് ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഞങ്ങളൊരു എന്താ പറയാ സുഹൃത്തുക്കളിൽ നിന്നിലേക്കൊരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാൻ പോകുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. ആ ഏരിയയിൽ നമ്മൾ തമ്മിൽ ഓക്കെ ആണോ കംഫർട്ടബിൾ ആണോ അത് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ ഇത് ഒരു സുഹൃത്തുക്കളോടും ഷെയർ ചെയ്തിട്ടില്ല ആ ഒരു കാലഘട്ടം. എന്നിട്ട് ഞങ്ങളത് ഓക്കെ വി ആർ മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ എന്നുള്ള ഒരു ഡെസിഷൻ ഒരു പോയിന്റ് എത്തിയല്ലോ. അപ്പോഴാണ് പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം ഈ പറയുന്ന എല്ലാവരെയും വിളിച്ചിട്ടാണ് പ്രപ്പോസ് ചെയ്യും. അതിലൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഈക്വൽ ആയിരുന്നു. പിന്നെ ഓൺ ദി അതർ ഹാൻഡ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ച സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. അന്ന് എന്തായിരുന്നു മറുപടി? നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഇല്ല, അന്നേരമാണ് ഇവര് പറയുന്നെങ്കിൽ എന്തായിരുന്നു? ഇല്ല, ഞാനും ചിരിച്ചു കളഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ സനി ചേച്ചി ആണെങ്കിലും രശ്മി ചേച്ചി, മഹേഷ് ഈ പറഞ്ഞ നേരത്തെ മഹി ആണെങ്കിലും ഇവരൊക്കെ ചേട്ടന്റെ ചേച്ചിയെ കെട്ടിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ശരിയാവില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറെ കൊളീഗ്സ് സിബിന്റെ സൈഡിൽ നിന്നാണെങ്കിലും എന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ച് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോഴൊക്കെ അവരെല്ലാരും കുറെ പേര് പറഞ്ഞു, എടേ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പലപ്പോഴും അവരുടെയൊക്കെ മനസ്സിലുണ്ടായിട്ട് പറയാത്ത കാര്യം. നമ്മുടെ അർജുനൊക്കെ ഇല്ല, അർജുൻ സൗഭാഗ്യ അളിയൻ ഒരു ദിവസം എന്നെ ശംഖുത്ത് അർജുനും സൗഭാഗ്യം ഞാൻ ശംഖുത്ത് രാത്രി ഇവര് ചായ കുടിക്കാൻ റോഡ് നിൽക്കുന്ന സമയത്ത് കൊണ്ടുണ്ട് എൻ്റെ അടുത്ത് സൗഭാഗ്യം പറയാണ്, നിങ്ങൾ കെട്ടിയെങ്കിൽ നല്ല കട്ട വൈബായിരുന്നു, എൻ്റെ അടുത്ത് ഞാൻ വരെ നോക്കാം. ആളുടെ ഒരു ശൈലി രസമുള്ള അർജുൻ സൗഭാഗ്യ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. അടുത്തൊരു വീഡിയോയില് വന്നിട്ട് ഉണ്ടായിരുന്നു, എന്താ നീക്കട കുറച്ച് അതൊരു പൊസസീവ് അടിക്കുന്ന രീതിയിലേക്ക് ഭയങ്കര ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്റെ വന്ന ഫോട്ടോ ആ ഫോട്ടോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് ഞങ്ങളെക്കാളും ഹാപ്പിയാണ് അവരൊക്കെ ഇരിക്കുന്നത്. കുറെ വിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആങ്കറായിട്ടും അല്ലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മീഡിയ ആയിട്ടൊക്കെ ഇരിക്കുന്ന കുറേ വിശേഷം ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ കുറെ അധികം ഓഡിയൻസിനെ രണ്ടുപേരും BB കണ്ടസ്റ്റൻസ് ആണ്. ഒരാൾ രണ്ടാമത്തെ സീസണിൽ വന്നു, ഒരാൾ 6 വന്നു എന്നുള്ള സാധനം. ഒരു പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സീസണിൽ രണ്ടുപേരും ഒരുമിച്ചിട്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവോ? ഇല്ല. ആ കാര്യത്തിലാണ് ഞാനും ആരും തമ്മിലൊരു എനിക്ക് ഒരു വൃത്തിയുള്ള ഒരു സീസൺ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ വൃത്തിയുള്ള സീസൺ ചെയ്ത അർത്ഥം ചെയ്ത സീസൺ അത്ര വൃത്തിയുള്ളതല്ലായിരുന്നു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ സീസണിൽ ഈ പറഞ്ഞ ക്രിയേറ്റീവ് സൈഡിൽ നിന്നുള്ള കുറെ പ്രശ്നങ്ങൾ കാരണമാണല്ലോ. ഞാൻ ഒരിക്കലും ഷോയെ കുറ്റം പറഞ്ഞിട്ടില്ല. ക്രിയേറ്റേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ കാരണമാണല്ലോ എന്റെ സീസൺ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു നല്ല സെറ്റ് ഓഫ് ആൾക്കാരെടുത്ത് ആ ഷോ എന്ന് പ്രോപ്പർലി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ മുമ്പും ബിഫോർ കല്യാണമാണെങ്കിലും ബിഗ് ബോസ് ഇറങ്ങി ഓവർ മൈ ഡെഡ് ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നടക്കാത്തൊരു സ്വപ്നമായി അത് അലിഞ്ഞു പോവുകയാണ്. ഇവിടെ ഡിസിഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു കാര്യത്തിലും ഞാൻ ആര്യനെ റെസ്പെക്ട് ചെയ്യാണ് ഈ കാര്യത്തിൽ. ആര്യ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് എനിക്കറിയാം. സോ ഐ റെസ്പെക്ട്. അതുകൊണ്ട് അല്ലാതെ he doesn't have any influence on my decisions or I don't have any influence. ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ എന്താ അറിയോ സ്രോഹൻ, ഈ ഷോ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നെ മാത്രമല്ല എന്നെ ചുറ്റുമുള്ളവരെയാണ്. അപ്പൊ ആര്യയാണെങ്കിലും ഖുഷീനെ ആണെങ്കിലും ഇത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആര്യ പോകണ്ടെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഐ റെസ്പെക്ട് ചെയ്യുന്നു. അതിന്റെ അപ്പുറത്തുള്ള ഒരു ഇഷ്ടത്തെ അപ്പുറത്തേക്ക് മാറ്റി അതിന്റെ ആവശ്യമില്ല. കാര്യം ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്കല്ല. നേരത്തെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് കുടുംബമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഞാൻ വെളിയിൽ ഇറങ്ങി നിന്ന്
ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ പോലും ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ ഭാര്യയും കുട്ടീനെയും, അതായത് ഇപ്പം ആര്യ ബഡായി എന്ന് പറയുന്നത് 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ആര്യ ബഡായുടെ ഭർത്താവ് എന്നുള്ളൊരു ടാഗ് എനിക്ക് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ആര്യ ബഡായുടെ ഭർത്താവ് റോഡിൽ കിടന്ന ഒരാളോട് ചീത്ത വിളിക്കുന്നു എന്ന് ആരും പറഞ്ഞാൽ അവൾക്കതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. അപ്പം ഞാൻ ഇനി ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യേനെയും കുട്ടീനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ആര്യയുടെ ആ ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്യും. ആ പരിഗണനകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ബാധിക്കുന്നത് അവിടെയും കൂടിയാണ്, എന്നെ മാത്രമല്ല. ഒബ്വിയസ്ലി യെസ്. ഇത്ര നാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നോണ്ട് ഞാൻ അങ്ങനെ ഒന്നും നോക്കുന്ന ഒരാളല്ല. പക്ഷേ ഇനി ഓഫ് കോഴ്സ് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഭംഗിയുള്ള സീസണിൽ സംഭവിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സിബിൻ്റെതായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡിലാണെങ്കിലും അവർ ക്രൂന്ന് കിട്ടിയതാണെങ്കിലും ഒരു പക്ഷേ സഹ മത്സരാർത്ഥികളിൽ നിന്നായിരിക്കാം, എന്തുമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പൊതുവേ ഇപ്പോൾ അടുത്തൊരു സീസൺ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കമ്പാരിസൺ നടക്കാറുണ്ട്. സിബിൻ്റെ ഒരു POV കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിലേക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കും സീസൺ 6 എങ്ങനെ നോക്കി കാണാൻ ഇഷ്ടം? എങ്ങനെ നോക്കി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് മോഹൻലാൽ ഒരു എപ്പിസോഡിൽ ഞാൻ ഷോ കാണുന്നതല്ല, പക്ഷേ ഈ സീസൺ 7 ഒരു എപ്പിസോഡിൽ, ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാർ വന്നിട്ട് നിങ്ങൾ കണ്ടതല്ലേ സീസൺ 1 സാബു മോൻ, സീസൺ 2 ആര്യ ബഡായി, സീസൺ 3 റിയാസ്, സീസൺ 4 മെൻഷൻ ചെയ്തില്ല, സീസൺ 5 അഖിൽ മാരാർ, സീസൺ 6 മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ആ ഷോ ഉണ്ടാക്കിയവർക്കും മോഹൻലാലിനും അറിയാം ഈ 3ഉം 6ലും എന്താ സംഭവിച്ചതെന്ന്. അപ്പം അതിൻ്റെ ക്വാളിറ്റി അവർ തന്നെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഞാനെന്താ അഭിപ്രായം പറയണം? ഇപ്പം നമ്മളുള്ള സീസണിനെ കുറിച്ച് പറയുമ്പോഴാണ് പോലും ബാധിക്കും നമ്മളെ കൂടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഞാൻ ഓഫ് കോഴ്സ് ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അവർ ആ ഷോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ആ ഷോയിലൊരു നല്ല കണ്ടസ്റ്റൻ്റ് ഉണ്ടായില്ല എന്ന അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ അതിലൊരു ഭാഗമാണ്. ഞാൻ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. ഈ പലപ്പോഴും ആണെങ്കിലും പോലും ഈ അകത്ത് മത്സരാർത്ഥികളായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വാക്പോരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സിബിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് പുറത്ത് വരുമ്പോൾ അവരൊക്കെ സൗഹൃദങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇത് എല്ലാ സീസണുകളിലും അത് പ്രകടമാണ്, ഉണ്ടാവാറുണ്ട്. പക്ഷേ സീസൺ 6നെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുമ്പോൾ പരസ്യമായിട്ട് പൊതുവേദികളിൽ വരുന്ന പോർവിളികളും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും ഞാൻ എല്ലാവരോട്ടും നല്ല ബന്ധമാണ്. സിബിന്റെ കാര്യത്തിലല്ല പറഞ്ഞേ, കണ്ടസ്റ്റൻസ് തമ്മിൽ ഉള്ള പോർവിളികൾ ഡിന്നർ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പ്രവണതയോടെ എങ്ങനെ ഞാൻ കമന്റ് ചെയ്യുന്നില്ല ബ്രോ, അത് ചുമ്മാ വിട്ടേക്കാം. സംസാരിച്ചിരുന്നോ? ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് എന്താ പറയാ, അത് അവരുടെ പേഴ്സണൽ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആരോപിക്കുന്ന ആൾക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അതിലെനിക്ക് അഭിപ്രായമില്ല. ചില ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അല്ലായിരുന്നോ ഞങ്ങളുടെ സിബി? ഞാൻ കണ്ട സിബി ഇങ്ങനെയല്ല, മറ്റേ ദേവാസുരത്തിലെ ഒരു ലുനീഷ് നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കുക കിടപ്പുണ്ട്. എന്റെ മനസ്സിലൊരു വിഗ്രഹമുണ്ട്, സിബിന്റെ ഒരു പ്രതീക്ഷ സിബിനുണ്ട്. അല്ല സിബിൻ പൊതുവെ ആൺപിള്ളേർക്കുള്ള ഒരു ചീത്തപ്പേരാണ്, കല്യാണം കഴിഞ്ഞ് മാറും. ഇത് കല്യാണം കഴിഞ്ഞുള്ള മാറ്റം അല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് എന്താ പറയാ, ഇത് ഈ ഒരു എൻ്റെ സീസൺ കഴിഞ്ഞ് എനിക്ക് 1 വർഷമായി. ഈ 1 വർഷക്കാലത്തിൽ ഞാൻ തന്നെ എന്നെ രാഗി മിനുക്കിയെടുത്തൊരു മാറ്റമാണ്. ഇപ്പം ഇത് എല്ലാം ഇപ്പം റോഹൻ ഉദ്ദേശിച്ച ആൾക്കാർ, റോഹൻ പേര് മെൻഷൻ ചെയ്തില്ല, പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാവാനാണ് റോഹൻ. ഇവരുടെയൊക്കെ പേഴ്സണൽ പ്രശ്നങ്ങളാണിത്. ഇത് ഞാനുമായി ബന്ധപ്പെടുന്നതോ ഷോയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. ഇതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ പേഴ്സണൽ കാര്യങ്ങൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് അത് ചെയ്തോട്ടെ, അതിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോകരുത്.